ഗൈസ് എല്ലാവർക്കും എൻ്റെ പ്രാങ്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിതാ പ്രാങ്കാണ് നടത്താൻ പോണത്. അത് കമ്മ്യൂണിക്കേഷൻ പ്രാങ്കാണ്. നമ്മൾ ആടെത്തിയിട്ട് ഇതുവരെ ഇല്ലാത്ത ഭാഷ, പിന്നെ പാളി പോവുകയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ ആവും. പുതിയ പുതിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, തുടങ്ങാൻ പോവാം. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഹലോ, എവിടെ പോവാ? നീ ഇതൊക്കെ പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബസ് കയറിയാലും കുഴപ്പമില്ല, അവിടെ പോയാലും ഇവിടെ പോയാലും എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് അവിടെ കയറിയാലും പ്രശ്നമില്ല, ഇങ്ങനെ ചാടിയാലും പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് ഞാൻ ഇറക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ? മനസ്സിലായില്ല. ഞാൻ എന്നാൽ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ഐ ആം യൂട്യൂബർ. അപ്പോൾ ഐ ആം ഈസ് കമ്മിങ് ദ ബാക്ക് ഈസ് ഓൾവേസ് ഈസ് ബ്യൂട്ടിഫുൾ ഈസ് പിക്ചർ ഓഫ് ഈസ് ടീഷർട്ട് അടിപൊളിയായിട്ടുണ്ട്. ടീഷർട്ട് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേരെന്താ? വിഷ്ണു. അപ്പോൾ ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒരു റിയാക്ഷൻ പ്രാങ്കാണ്. ഓക്കെ, എന്തേ തെറ്റിദ്ധരിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ കയറാൻ പോണേ. ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞു. ഹായ്. പേരെന്താ? വിഷ്ണുപ്രിയ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാം. ഒന്നും പറയാനില്ല. എവിടെ പോകാൻ ഇറങ്ങിയതാ? മപ്പുറം. അപ്പോൾ മപ്പുറത്തുള്ളവർക്ക് ഒരു ഹായ് പറഞ്ഞു ആദ്യം. അതെ, ഹായ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും അനസ് വ്ലോഗ് 21. ഓക്കെ, ബൈ. നോക്കി, ഞാനല്ലേ ഒരു പബ്ലിക് റിയാക്ഷൻസ് എടുത്തിട്ട് നേരെ ബസ് കയറിയിട്ട് ഇങ്ങനെ തിരിച്ച് വന്നിട്ട് അതിലങ്ങനെ പോയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ വരും. അങ്ങനത്തെ ഒരു ചാനലാണ്. മനസ്സിലായോ? മനസ്സിലായില്ലല്ലോ? എന്നാൽ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ഐ ആം ഈസ് യൂട്യൂബർ. അപ്പോൾ ഐ ആം ഈസ് പബ്ലിക് റിയാക്ഷൻസ് ഈസ് ഓൾവേസ് ഈസ് ബ്യൂട്ടിഫുൾ ഈസ് വില്ലേജ് ഈസ് ക്യാ ഹിന്ദി മാലോ? ഹിന്ദി അറിയില്ല. ഹിന്ദി അറിയോ? ഐ ആം ഈസ് യൂട്യൂബർ. അത് മലയാളം, ഇംഗ്ലീഷ്? ഊമയാണ്. കുഴപ്പമില്ല. നോക്കി, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു മാത്സ് ചോദിച്ചാൽ ആൻസർ പറയാൻ പറ്റുമോ? കോൾ വരുന്നുണ്ടല്ലേ? എന്നാൽ എൻ്റെ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, ഇത് പബ്ലിക് റിയാക്ഷൻസ് എടുക്കുന്ന ഒരു പ്രാങ്കായിരുന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്ത ആൾ പിടിക്കട്ടെ. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഡെയിലി വീഡിയോ ഉണ്ടാവും. ഓക്കെ, ബൈ. പേരെന്താ? പേരില്ലാത്തൊരു കുട്ടിയാണ് അല്ലേ? പേരില്ലാന്ന് തോന്നുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ കാണണം. ഓക്കെ, ബൈ. യെസ്, അങ്ങനെ അത് വിജയിച്ചിരിക്കുന്നത്. ബസ് മൊത്തം നമ്മുടെ കയ്യിലാണ്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ ചേട്ടാ, ഈ ബസ് സ്റ്റാൻഡ് മൊത്തം കത്തിപ്പോയാൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകണമെന്ന് വല്ല നിശ്ചയവും നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇല്ല, ഒന്നും വരുന്നില്ല. അതെ അതെ അതെ, ഞങ്ങൾ സമ്മതിക്കല്ല. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ബസ് സ്റ്റാൻഡിൽ തന്നെ കളിക്കാം. നമുക്ക് ബസ് സ്റ്റാൻഡ് തന്നെ ഇങ്ങോട്ട് എടുത്താളോ? എവിടുന്ന് തുടങ്ങും എന്നുള്ളതിലാണ് ആകെ കൺഫ്യൂഷനായി കിടക്കുന്നത്. നമ്മൾ കുറച്ച് ഈ ബസ് സ്റ്റാൻഡ് കുറച്ച് വിട പറഞ്ഞ് പോണതായിരിക്കും നന്നാവുക. അങ്ങനെ അവിടെ നിന്ന് പോവാം. കുറച്ച് ആൾക്കാരുണ്ടാവും, അങ്ങോട്ട് നടന്നു നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഈ കളി മൊത്തം കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പച്ചക്കറീൻ്റെ വില ഒക്കെ ചോദിച്ചേക്കാം. എടാ, 1 കിലോ ക്യാരറ്റ്. പിന്നെ ക്യാരറ്റ് ചുവപ്പുള്ളതാണോ? പച്ച ക്യാരറ്റ്. എനിക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞത് ചുവപ്പ് ഉള്ളതാണ് വാങ്ങേണ്ടത്, ചുവപ്പില്ലാത്തത് വാങ്ങണ്ടെന്നാണ് പറഞ്ഞത്. അത് ചുവപ്പല്ലല്ലോ അല്ലേ? അത് ഓറഞ്ച് അല്ലേ? ഓറഞ്ച് അല്ലേ? അങ്ങനെയാന്ന് വെച്ചാൽ എത്ര കിലോ? എത്ര വരാ? കിലോ 50 റുപ്യ. ഒരു 10 കിലോ ആകുമ്പോൾ എത്ര? 15. ഓക്കെ, 15. എനിക്കറിയെങ്കിൽ ഞാൻ ഇതിൽ ഇങ്ങോട്ട് വരുമോ? അപ്പോൾ നമ്മൾക്ക് എന്നാൽ ഒരു കിലോ ആപ്പിളൊക്കെ നിങ്ങൾ ഇത് 1ാം ക്ലാസ്സിലല്ല, ഇത് 10ാം ക്ലാസ്സിലത്തെ വ്ളോഗാ. അതെ, ആണോ? ഓക്കെ, എന്നാൽ ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ അല്ലേ? പാട്ട് പാടാൻ അറിയോ? പാട്ട് പാടാൻ അറിയില്ല. എന്താ പാട്ട് പാടാൻ അറിയാത്ത? പാട്ട് പാടാൻ അറിയാത്തോണ്ട്. എന്താണ് പഠിച്ചാൽ എന്താ പാട്ട്? ഒരു പാട്ടൊക്കെ പഠിക്കണ്ടേ? ആര് അല്ലേ?
ഓ പാട്ട് പാടാൻ അറിയില്ലാന്ന്. അതെ, ഈ പാട്ട് പാടിയാൽ മതി. അതെ പാട്. ദാസേട്ടൻ പാടുമോ? നിങ്ങൾ പാടുമോ? ഇപ്പം പാടൂല. ഇത് ഇതിന്റെ പ്രേക്ഷകർ നിങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഒരു പാട്ട് പാടാം. സെറ്റിങ്സ് വേണോ? നമുക്ക് കരോക്കെ ടീം വിളിക്കണോ? അതാ മൈക്ക് ഇതാ. ഹലോ, പാടിക്കോളും. ഇത് മൈക്കാണ്. ഇത് നിങ്ങൾ കാണുന്നില്ല മൈക്ക്? എന്റെ കൈന്റെ മോള് മൈക്ക് ഉണ്ട്. അരിപ്പോ തീർപ്പോ? അതന്നെ എനിക്ക് വേണ്ടിയത്. അരിപ്പോ തീർപ്പോ എനിക്ക് വേണ്ടിയത്. അതെ ഗൈസ്, നമുക്ക് അവിടെ ഒരാളുണ്ട്. നമുക്ക് അവിടെ പോയിട്ടൊന്ന് ചോദിച്ചോക്കാം. അരിപ്പോ തീർപ്പോ എന്ന് പാടുന്ന ഒരാളുണ്ട് അവിടെ. ഞങ്ങള് അരിപ്പോ തീർപ്പോ പാടും. ഞാനല്ല പറഞ്ഞത്, മൂപ്പര് നല്ലോ പാടുന്ന് പറയാം. ആണോ? നല്ല മൂപ്പര് എന്താ അറിയോ, മൂപ്പര് നല്ല പിന്നെ അതായത് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണ്. ആണോ? അരിപ്പോ തിരുപ്പോല് ഫസ്റ്റ് പിന്നെ നേടിയ ആളാണ്. പിന്നെ നാടകം. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നിങ്ങൾക്കൊന്നും അറിയില്ല. ഞാന് എന്താ അറിയണ്ടേ? ഒരു 4 വരി പാട്ട് മതി. പാട്ട് അല്ല, നിങ്ങളുടെ മനസ്സിൽ വരുന്ന പാട്ട് മതി. ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ ഇയാൾ എന്തിനു ചെയ്യും? എന്നോട് പറയും പിന്നെ എന്തിനാ പാട്ട് പാടി ബുദ്ധി പോരാ. അത് നിങ്ങൾ പറയോ? പറയില്ല. അയാൾ പറയില്ല എന്ന് പറഞ്ഞു. ഞാനെന്നാ അങ്ങോട്ടേക്ക് വരാം. അങ്ങോട്ടേക്ക് വരാം. വയ്യില്ല. അതെ ഗൈസ്, ഇവിടെ മൊത്തം പച്ചക്കറി ഉണ്ട്. അപ്പോൾ പച്ചക്കറി എങ്ങനെ നിങ്ങൾ എന്താ ഇതിൽ ചേർക്കുന്നത്? ഈ പച്ചക്കറിയിൽ എന്താ ചേർക്കുന്നത്? പച്ചക്കറിയിൽ ഞങ്ങൾ മല്ലി, മുളക്, മഞ്ഞളൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി പച്ചക്കറി. ഓക്കെ, അങ്ങനെയാന്ന് വെച്ചാൽ ഒരു 10 കിലോ എന്താ ഇപ്പം എടുക്കുക? ഇത് പച്ചമുളക് എത്ര വില? പച്ചമുളകിന് എത്ര വില? 50 റുപ്യ അല്ലേ? അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ പോവാണ്. ഗൈസ്, ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ എടവണ്ണപ്പാറയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ പച്ചക്കറിയൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ വരും കേട്ടോ. നാടൻ പച്ചക്കറി ഇല്ലേ? ഓക്കെ, എന്നാൽ പാട്ട് പാടാൻ ഇപ്പോഴും നിങ്ങൾക്ക് പഠിച്ചണോ? പാട്ട് പാടാൻ അറിയില്ല. നിങ്ങൾ ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് ഞാൻ പാടിയിരുന്നു, പക്ഷേ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം. ജിങ് തോം ദിക്കാൻ ദിങ്ക്രി ക്രോം ദിക്കാൻ സിന്ദിക്ര ദോതം ബിക്രിക ദും ദിങ്ക്രിക അതൊക്കെ പാടാം. അല്ലെങ്കിൽ ആ പാട്ടറിയോ? അറിയോ? നല്ലൊരു പാട്ടാണ്. ഞാനില്ലേ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൊണ്ടാ. ഞാൻ പറഞ്ഞപ്പോ എന്തൊക്കെയാ മനസ്സിലായി? ഒന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായി നിങ്ങൾക്ക്? ഒന്നും മനസ്സിലായില്ല. എന്നാ പിന്നെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിലല്ലേ? മാലികാളിപ്പെണ്ണെ നിന്റെ മുഖശ്രീരായിരം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അല്ലേ? ആണ്. സൂപ്പർ. ഓക്കെ, എന്താ പേരെന്തായിരുന്നു? സുധീഷ്. ഒന്നും കൂടെ അടുത്ത് വരാൻ പറ്റുമോ? ജസ്റ്റ് ഒരു യൂട്യൂബിന്റെ പരിപാടിയാണ്. ഓക്കെ, ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോസിലുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, ഹാപ്പി? ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21 ആണ്. അപ്പോൾ ചേട്ടൻ്റെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഓക്കെ, എന്നായിക്കോട്ടെ. അങ്ങനെ അവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അടുത്ത ആളെ പിടിക്കാൻ പോവുകയാണ്. ഇങ്ങനെ കുറേ ആൾക്കാരെ പിടിക്കും. ഇങ്ങോട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുക്കാൻ പോവാം. മൊത്തം യൂട്യൂബിലെ പ്രാങ്ക് ഇന്നെ കൊണ്ട് പറ്റണ മാതിരി ഞാനിങ്ങനെ കമ്മ്യൂണിക്കേഷൻ പ്രാങ്കാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം കമ്മ്യൂണിക്കേഷൻ പ്രാങ്ക്. അവിടെ എത്തിയിട്ട് എങ്ങനെയൊക്കെ അവരോട് കമ്മ്യൂണിക്കേഷൻ പല മോഡലിൽ ചെയ്യാം. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, മലയാളം, എല്ലാ മറാഠി, പിന്നെ എന്തൊക്കെ ഭാഷ എനിക്ക് അറിയുന്ന നിങ്ങളെ വിചാരം. നമ്മൾ തുടങ്ങാന്നാല് ചേട്ടാ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെ കറങ്ങി നിന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എന്നാലും നമുക്ക് ശരിക്കും ഞാൻ കറങ്ങാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ എന്തെങ്കിലും ഒരു ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിൻ്റെ ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ മനസ്സിലായില്ലേ? കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അപ്പോൾ എന്നാൽ നിങ്ങളെ പേരെന്താ? ഉസ്മാൻക്ക് എന്നാലും ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. അതെ, ഒരു ആയി പറഞ്ഞോളി. ഹായ്, എല്ലാവരോടും ഒരു ഹായ്. അപ്പോൾ എവിടെ സ്ഥലം നിങ്ങൾ? ഞാനിവിടെ എടവണ്ണപ്പാറ മുണ്ടക്കൽ. എന്നാൽ അവിടെ ഉള്ളവർക്ക് ഒരു ഹായ് പറഞ്ഞോളി. എല്ലാ മുണ്ടക്കാർക്കും ഒരു ഹായ്. ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ. ഓക്കെ. ഹലോ ചേച്ചി,
ഒരു മിനിറ്റ് പോലെ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, നിങ്ങളെ അവിടുന്ന് ഒരാൾ എന്നെ പറഞ്ഞയച്ചി. അപ്പോൾ നിങ്ങൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്നല്ലേ വരുന്നേ? അപ്പോൾ നിങ്ങളങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ അവിടുന്ന് നിങ്ങൾ ശരിയാണോ? അത് ഒരു ശരിയായിട്ട് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പോകുമ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ സംഭവിക്കാം. ആണെങ്കിൽ ഒരു വണ്ടി വരെ വന്ന് നിങ്ങളെ ഒരു ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാളത്തെ ലോകം കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ചേട്ടാ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ ചേട്ടനോടാണ്, ചേട്ടനാണെങ്കിൽ കൊട്ടേഷൻ തന്നത് നിങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ ഒരു ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തിട്ട് ഒന്ന് ഇതാക്കണം. അപ്പം ഇതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ പ്രാങ്ക് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഒന്ന് എങ്ങനെയൊക്കെ ആൾക്കാരെ കളിയാക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. കളിയാക്കല്ല, ഒരു മനസ്സൊക്കെ ഇവിടെ തിരിപ്പിച്ച് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോളി. ഹായ്. പേരെന്താ? ശ്രീഷ്മ. പേരെന്താ? ഋഷിക. നിഷിത. ഓക്കെ. അപ്പോൾ നമുക്ക് എന്നാൽ യൂട്യൂബിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ അനസ് വ്ളോഗ് 21 ഒന്ന് പോകുമ്പോൾ തന്നെ അടിച്ച് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഡെയിലി വീഡിയോ ഉണ്ടാവും 5 മണിക്ക്. ഞാൻ ഈ നാട്ടിലല്ല, ഞാൻ വരുന്നത് ഇന്ന് രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇനി നിങ്ങളോടൊന്നും പറയണ്ടല്ലേ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പറഞ്ഞുതരാം സംഭവം. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ഇവിടെ നിന്നാണ് ലൊക്കേഷൻ്റെ പരിപാടി വരുന്നത്. ഓക്കെ അല്ലേ? നീ പോയിക്കോളൂ. ഓക്കെ. അയച്ച് അവിടെ മീൻകാരൊക്കെ നമ്മളെ പബ്ലിക് റിയാക്ഷൻസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ മീനിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്നാൽ മീനാണ് ഇവിടെ, പിടയ്ക്കണ മീനാണ്. എൻ്റെ മോനെ, അടിപൊളി മീനല്ലേ ഇവിടെ? അടിപൊളിയല്ല ചേട്ടൻ പറയുന്നത് ഇവിടെ അടിപൊളിയല്ല എന്നാണ്. നിങ്ങൾ പേരെന്താ? ബിച്ചു. എന്താ നിങ്ങൾ അടിപൊളിയല്ല എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് അടിപൊളിയാണ്? ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ അടിപൊളി ഫ്രഷ് മീൻ അതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മീനിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പറ്റുമോ? ഇതെന്തിൻ്റെ ചാനലാണ്? ഇത് യൂട്യൂബ് പബ്ലിക് റിയാക്ഷൻസ്. മീൻ എന്താ? ഇത് ഫുള്ള് വേപ്പൂർ മീനാണ്. പിന്നെന്താ? കേദറൊക്കെ നല്ല വൃത്തിയുള്ള കേദറാണ്. വൃത്തിയുള്ള കേദറല്ലേ ഗൈസ്? ഇത് നിങ്ങൾ വൃത്തിയുള്ള ഒരു കേദറിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? വൃത്തി ഉണ്ടാവൂല്ലേ? ഓക്കെ ചേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ ഇതിന്ന് വൈകുന്നേരം കയറും പരിപാടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു യൂട്യൂബിൽ എന്തിൻ്റെ പരിപാടിയാണ് ഇത്? എങ്ങനെയൊക്കെ ഒരാളെ പിന്തിരിപ്പിച്ച് ഒന്ന് കറക്കി ഒന്ന് ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ആൾക്കാരെ വണ്ടി കയറ്റുന്ന പരിപാടി. അങ്ങനെ ആൾക്കാരെ വണ്ടി കയറ്റുക, അതാണ് നിങ്ങളെ നാട്ടിൽ പറയുമെങ്കിൽ അങ്ങനെ ആയിരിക്കും. എന്നാൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോളി. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ അല്ല, ഇനി ഞാൻ പോവാം. ഇനി അടുത്ത ആൾ പിടിക്കട്ടെ. ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾക്ക് ഇനി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു മച്ചാണ്ട്. മച്ചാ എന്താ പേരെന്താ? ബിജുവാദ്. എവിടുന്നാ വരുന്നത്? പൊന്നാട്. അന്നെ ഇന്നലെ ഞാൻ അവിടെ വെച്ച് കണ്ടീനു. പക്ഷേ എനിക്ക് എന്നെ അങ്ങനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് എന്നെ എന്നാ കഴിയുമ്പോൾ കിട്ടണത്. അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ വരെയുള്ള വഴി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ എനിക്കിങ്ങനെ കറങ്ങി സംസാരിക്കാനേ അറിയുള്ളൂ. കുറച്ച് നേരം ക്ഷമയോട് കൂടി കേൾക്കണം. അപ്പോൾ എനിക്ക് ഒരു പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട്. എനിക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു പാട്ടാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. സാധനം വാങ്ങാൻ പോലെ എനിക്കൊരു പാട്ടിനെ കുറിച്ച് പാടിയാലേ എനിക്ക് ഒരു സമാധാനം വരുള്ളൂ. എന്താ പാട്ട് എന്താണെന്ന് വെച്ചാൽ ദില്ലിക്കെ റിക്കറുക്കെ ചുരുക്കെ ചെറുക്കെ അരക്കെ അരിച്ചൊരുക്കെ അറുക്കെ ഹോ എന്തിനാ ഫോൺ എടുത്ത് പറയും. എൻ്റെ യൂട്യൂബ് ചാനൽ വേണോ? യൂട്യൂബ് ചാനൽ വേണോ? അർജുനായി. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. നീ പോയിക്കോ. ഓക്കെ ഗൈസ്, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോവാണ്. വണ്ടിമേ പോണവരൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ളത് ഇങ്ങനെ തിരിഞ്ഞോണ്ട് നോക്കുക. മനസ്സിലായില്ലേ? അത് എൻ്റെ ക്യാമറയിൽ കാണാനുള്ള ഒരു വലിയൊരു ക്യാമറ ഒന്നല്ലല്ലോ നമ്മളിത്. അപ്പോൾ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നമുക്കിത് അവിടെ തന്നെ കയറാം. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ, എല്ലാവരും ഓടിയോ.
ആ ഷോപ്പിൽ എന്തായാലും ഇല്ലാത്ത ഷോപ്പൊക്കെ പൂട്ടിപ്പോയി. പൂട്ടിപ്പോയി. അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ചേട്ടാ ഇവിടെ എന്തൊക്കെയുണ്ട്, സുഖമാണോ നിങ്ങൾക്ക്? ഉഷാറാണ്. സംഭവം ഞാൻ പറയട്ടെ, സംഭവം പറയാൻ ഓൾക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണാം. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി ആണോ? ഒരു പാട്ട് പാടാൻ പറ്റുമോ ഹാപ്പി ആണെങ്കിൽ? കുറച്ച് ചെറുപ്പക്കാർ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൊക്കെ ഇവിടുന്ന് ഓടിയതാണ് അല്ലേ? ഓടിപ്പോയതല്ലേ? അതെ. അപ്പം എന്നാൽ ഇന്നത്തെ വീഡിയോസ് കാണണേ. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ സാധാരണ കടപ്പുറം സൈഡിലാണ് ഉണ്ടാവില്ല, അപ്പോൾ ഒന്ന് മലപ്പുറം സൈഡിലേക്ക് ഒന്ന് വന്ന് നോക്കിയതാണ്. അതെ, ഉഷാറായാൽ നമുക്കിന്ന് വീഡിയോസ് കാണാം. കച്ചവടം ഇല്ലേ? കച്ചവടം ഉണ്ട്. ഓക്കെ, എന്നാൽ അടുത്തുള്ള പിടിക്കട്ടെ. ഓക്കെ, ഇത് യൂട്യൂബിൻ്റെ ചെറിയൊരു പരിപാടിയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, സിനിമ അടുത്തുള്ള പിടിക്കാം. കമ്മ്യൂണിക്കേഷൻ നടത്തി ഇന്ന് കളറാക്കാൻ പോവാം. മറ്റേ എനിക്ക് നല്ലൊരു ഫോൺ വേണേനല്ലോ. ഇത് പക്ക ലോക്കൽ ഫോണാണ്. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഈ കോലിൻ്റെ മുകളിൽ കുടുക്കി ഇങ്ങനെ കളിക്കുന്നത്. S24. ഇതോ നോക്കിയൻ്റെ ഏതോ ഒരു 11. യെസ്. നോക്കിയിട്ട് കാര്യമില്ല. അതെന്താ? എടാ മച്ചാ, ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഓനെ കുറിച്ചിട്ട് ഭയങ്കര ഒരു ഇതാ പറഞ്ഞത്. എനിക്ക് തീരെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ കൊച്ചു കേരളം ഇങ്ങനെ വിട്ടാൽ പറ്റുമോ നിങ്ങൾക്ക്? എന്തെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ. അസ്ലാമേ ഒന്ന് വരുമോ? ആരാണ് അസ്ലാം? അങ്ങോട്ട് പോവാ. അവൻ്റെ പേരെന്താ? നജാദിന് പാട്ട് പാടാൻ അറിയോ? അതെന്താ പാട്ട് പാടാൻ അറിയാത്തത്? ഈ എടണപ്പാറുള്ള ആർക്കും പാട്ടൊന്നും അറിയില്ല. ആര്? അസ്ലമോ? ഓക്കെ. അപ്പോൾ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ പരിപാടിയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ തീരെ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരെന്താ അറിയോ? എന്താണ് ഇത്? ലൈവാണ്. ലൈവായിട്ട് വ്ളോഗ് എടുത്തിട്ട് 5 മണിക്ക് ഇടും. ഓക്കെ അല്ലേ? നടന്നുകൊണ്ടിരിക്കുക. അതെ. ആ സംഭവം ഇത് കാണാൻ കഴിയില്ല. ഇന്നലത്തെ വീഡിയോസ് കാണാം 5 മണിക്ക്. ചാനൽ അനസ് വ്ളോഗ് 21. ഓക്കെ അല്ലേ? പോട്ടെ. 21 കണ്ടിണല്ലേ? അപ്പം എന്നാലും ഞാൻ പോട്ടെ. ഓക്കെ അല്ലേ? പാട്ട് പാടാൻ അറിയില്ലല്ലോ. എൻ്റെ പ്രേക്ഷകരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഏത് വേണമെങ്കിലും പാട്ട് പാടാം. അസ്ലം പാടും. അസ്ലമിനെ കിട്ടണം എനിക്ക് എന്നാൽ. ഓക്കെ, ഞാൻ പോയി. അസ്ലം എവിടെ പോയി? അപ്പോൾ എൻ്റെ പേരെന്താ? ഇത് യൂട്യൂബിലേക്ക് ഇടാനാ? ഓക്കെ. അസ്ലം ഗോൺ. അസ്ലം ഇല്ല ഇവിടെ. അസ്ലം ഇവിടെ ഇല്ല. ഞാൻ പോരാം, കുറച്ച് കറങ്ങിയിട്ട് വരാം. ഇനി നമ്മൾ പുറത്തേക്ക് കിടക്കാൻ പോവാണ്. ഇനി നമ്മൾ കുറച്ച് ഫുൾ പബ്ലിക് റിയാക്ഷൻസ് എടുത്തോളാം. ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ കയറാൻ പോകണം. ഇന്ന് ക്വസ്റ്റ്യനും ഇല്ല, ഒന്നുമില്ല. ഇന്ന് ഫുൾ പബ്ലിക് റിയാക്ഷൻസ്. ഓക്കെ അല്ലേ? ഇത് ഒരു വില്ലേജിൽ നിന്ന് വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെ വിട്ടാൽ പറ്റൂല. ഈ റോഡ് അപകടങ്ങളൊക്കെ ഇങ്ങനെ കൂടി വരികയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രേക്ഷകരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്താണ് നിങ്ങളെ ഒരു മോട്ടോർ വാഹന വകുപ്പ് കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ഈ ലോകത്തിനെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം വരുന്നത്. ഇത് ഇവിടുന്ന് കോഴിക്കോട് നിന്ന്. പാച്ച് വർക്കിങ്ങിൽ ഈ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ചെറിയ പീസായി ചെയ്യുന്നേ. ആ വർക്ക് ചെറിയ ബൈക്കുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം വീല് പെട്ടെന്ന് ഇങ്ങോട്ട് തെന്നി പോകുന്നുണ്ട്. കാരണം മറ്റ് വണ്ടികളുടെ മുന്നിലേക്ക് വരാനും അപകടങ്ങൾ കൂടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. ഓക്കെ. അങ്ങനെയാന്ന് വെച്ചാൽ അപകടങ്ങൾ വരുമ്പോൾ നമുക്കതൊരു ഒരു ദൂരൂഹമായ സംഭവമാണല്ലോ. എന്താണ് അപകടം നടന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല. അതാണ്. അപ്പോൾ നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞേ? സുബൈർ. അപ്പോൾ നിങ്ങൾ ഇന്നലെ കോഴിക്കോട് ഭാഗത്ത് ഉണ്ടായിരുന്നോ? ഞാൻ ഈ ഭാഗത്തൊക്കെ പോകല്ലേ. അപ്പോൾ അവിടെ പാച്ച് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്നാലേ ഇത് ഒരു ചെറിയൊരു യൂട്യൂബിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. ഓക്കെ അല്ലേ? ഓക്കെ. പോയി ചേട്ടൻ പോയി.
നമ്മൾ അടുത്താളെ പിടിക്കാം. ഇനി ആ യൂട്യൂബിൻ്റെ പരിപാടിയാണെന്ന് പറയുന്നില്ല ഗൈസ്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവാം. ഇവിടെ ക്രിസ്മസ് ആയതിനോട് ഫുൾ മിന്നി തിളങ്ങുന്ന സ്റ്റാറുകൾ എമ്മാരും മിന്നി തിളക്കാണല്ലേ. ഇത് രാത്രിയാകുമ്പോൾ ഒന്നുകൂടി കത്തുമോ? ഉഷാറായി കത്തൂല്ലേ? ഇൻ്റെ മോനെ, ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇത് കത്തിച്ച് മേലെ കൂടെ കത്തിക്കാൻ പറ്റും. ലൈറ്റ് പോയല്ലോ ചേട്ടാ, ആ ലൈറ്റ് പോയല്ലോ. ആ കത്തി 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 കത്തി. അപ്പോൾ ക്രിസ്മസ് പൊളിക്കോ? ഉഷാറാണ്. അപ്പോൾ ഈ തൊപ്പിക്കൊക്കെ എന്താ വില? സെറ്റിന് 100 റുപ്യ അല്ലേ? ഇതൊക്കെ ഇട്ടിട്ട് നടന്നാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒരു പ്രശ്നമില്ല. 100 റുപ്യ അല്ലേ? മതസൗഹാർദ്ദമാണ് വേണ്ടി. മതസൗഹാർദ്ദം. ഓക്കെ, എല്ലാ മതങ്ങളും ജീവിക്കുക. അതെ അതെ അതെ. കലയിക്കാതെയും വർഗീയത സ്വഭാവമല്ല. ഓക്കെ, അപ്പം എന്നാൽ ഇത് ഒരു യൂട്യൂബിൻ്റെ ചെറിയൊരു പരിപാടിയാണ്. ഓക്കെ, ഇനി ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. കണ്ടോ, ഇത് 100 റുപ്യ ഒരു സെറ്റിന്. നമ്മൾ അടുത്ത ആളെ പിടിക്കാൻ പോവാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആളെ ഇപ്പോൾ എന്താ ആരെ കിട്ടുക എന്നുള്ളതിൽ കൺഫ്യൂഷനാണ്. എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് അടിക്കണേ. നാളെ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഇറങ്ങും, കിടിലം വീഡിയോസ്. ഇനി നമ്മളിങ്ങനെ പോയാൽ സീനാവും. അതോ ഒരു അടിപൊളി മച്ചാൻ വരുന്നുണ്ട്. ഹായ്, പേരെന്താ? റഹീം. നിങ്ങൾ ഇന്നലെ കോഴിക്കോട് ഭാഗത്തില്ലേനോ? എവിടെയായിരുന്നു ഇന്നലെ? നിങ്ങളെ എവിടെ ഒരു ടച്ച് കണ്ടു, അതാ ഞാൻ വിളിക്കാൻ കാരണം. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? റഹീം. ഇങ്ങോട്ട് വരി. നിങ്ങളിപ്പോൾ എവിടെയൊക്കെ പോകുന്നത് എന്നാ പറയാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പോവാ. അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകമുള്ള ദിവസം എന്താന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ അറിഞ്ഞൂടാ. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. അതറിയാം, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ പള്ളി കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റായിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് അവിടെ പോയാലും എവിടെ പോയാലും എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പോണാടി നല്ല നിങ്ങൾ തിരിഞ്ഞു വരുന്നതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം വരുന്നത്. നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അത് നമ്മളൊരു യൂട്യൂബിന് ചെറിയൊരു പരിപാടിയാണ്. ഓക്കെ അല്ലേ? ഉഷാറാവട്ടെ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. വീട് കോഴിക്കോട് കായലോ. ഓക്കെ ഓക്കെ. ഇവിടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനി പോയിക്കാൻ എന്തൊരു കഷ്ടമാണ്. ചേട്ടനെ ഞാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ അടുത്താളെ പിടിക്കാം. ഇനിയിപ്പോൾ ആരാ അവിടെ ഉള്ളത്? ആരും കാണുന്നില്ല. കുറേ ആൾക്കാർ നമ്മളെ കണ്ട് ഓടുന്നുണ്ട്. ഇതെന്താ ഇപ്പോൾ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചിടണേ പ്ലീസ്. ആ ലൈക്ക് ഒന്ന് അടിച്ചുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ലൈക്ക് മാത്രം ഒന്ന് അടിച്ചു തന്നാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഞാൻ ഇതിൻ്റെ കഷ്ടപ്പെട്ടിട്ടേ നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇന്നലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തു, ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തോന്നി, അതാണ് സംഭവം. അതേപോലെ ചില്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ടോ? പോയോ? അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, എന്നാൽ പോകല്ലേ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. എന്താ കഴിച്ചേ? കഞ്ഞിയും അതിൻ്റെ കൂട്ടാൻ എന്തേനും? ചമ്മന്തി കഞ്ഞിയും. ഓക്കെ, അപ്പോൾ അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ പോകുന്ന പറഞ്ഞേ? വീട്ടിൽ ഇപ്പോഴേ പോയിട്ട് എന്താ കാര്യം? വെയിലത്തൊക്കെ വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എവിടെ ഒരു പാട്ടുകാരൻ്റെ ഒരു ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒരു പാട്ട് എന്തായാലും പാടാൻ കഴിയുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. ഒരു ചെറിയൊരു പാട്ട് ഒന്ന് ആലോചിച്ചാൽ കിട്ടും. പാട്ടെന്താ പാടാൻ അറിയാത്തത്? പേരെന്തായിരുന്നു? ഷാനുവിന് പാട്ട് പാടാൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നാലും ഞാൻ പോട്ടെ. ഇതൊരു ജസ്റ്റ് ഒരു യൂട്യൂബിൻ്റെ പരിപാടിയാണ്, പോലല്ലേ? അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആളെ പിടിക്കാം. ഞാൻ സീബ്ര ലൈനിൻ്റെ മുകളിൽ കൂടെ പോകണം. ഈ ലോറിയൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കേസായിരിക്കും. സീബ്ര ലൈനിൻ്റെ മുകളിൽ നിന്ന് ഒരു കുട്ടിക്കും തൊടാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കളിക്കും. ഇതിവിടെ കണ്ടോ, ഒരു 100 കിലോ
എത്ര 1 kg 100? അതെന്താ 1 kg 100 എന്ന് പറഞ്ഞാൽ? 1 കിലോ 100. അതെങ്ങനെ അങ്ങനെ വായിക്കാവോ? 1 kg 100 എന്നല്ലേ? 1 kg 100 ശരിക്കും ഗൈസ് കണ്ടോ? 1 kg 100 നിങ്ങൾ എന്താ പറയാ? 1 കിലോ 100. 1 കിലോ 100 എന്ന് എങ്ങനെ നിങ്ങൾ പറയാ? അവിടെ 1 kg 100 എന്നല്ലേ? kg എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം. അങ്ങനെ ആയി? kg എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം അല്ല. ഷോർട്ട് ഫോം ആയി. ഗൈസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളെ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് അജ്മൽ. 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 ശരിക്കും 1 kg എന്ന് പറഞ്ഞ 1 കിലോ. എവിടെ വരെ എത്ര സ്കൂളിൽ എത്ര വരെ പഠിച്ചു? ഞാൻ പഠിച്ചത് പറയാന്ന് വെച്ചാൽ സംഭവം ഇന്ന സ്കൂളിൽ പറഞ്ഞേച്ചില്ല, അതാണ് അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്നാൽ 1 കിലോ ആണെന്ന് വെച്ചാൽ ഒരു 10 കിലോ ഓറഞ്ചിന് എത്ര വരും? 10 കിലോ ഓറഞ്ചിന് 1000 രൂപ. 1000 രൂപ. ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടല്ലേ? എവിടെ പോയത്? ഞാൻ പറയൂ. വണ്ണപ്പാറ, ഓമാനൂര് അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്താണ് ഈ ഓറഞ്ച് വിൽക്കാൻ കാരണം? അത് സാഹചര്യം. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോകാത്തല്ലേ നല്ലേ? അത് ശരിയാണ് അല്ലേ? തീർച്ചയായും. അതെ. അപ്പോൾ ഈ സ്കൂളിൽ പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു സാമാന്യ ഒരു വിവരം കിട്ടിയാൽ മതി, പിന്നെ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 1 kg 100 എന്നുള്ള നിങ്ങൾ എങ്ങനെ 1 കിലോ എന്ന് പറയും? ഇതിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. ചോദ്യം അതല്ല വരുന്നത്. അതായത് ഒരു അർത്ഥമുള്ള ചോദ്യം ചോദിക്കാം, നമുക്ക് അതിനനുസരിച്ച് ആൻസർ പറയാം. ഞാനും കൂടി ഈ ഫ്രെയിമിലേക്ക് വരാം. ഞാൻ പറഞ്ഞുതരാം. പേരെന്താന്ന് പറഞ്ഞു? അജ്മൽ ഖാൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ വരുന്നത്. 1 kg നിങ്ങൾ ഉറപ്പിക്കാവോ? 1 kg എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകരെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും 1 കിലോ എന്ന് പറയുമോ? അത് പിന്നെ തീർച്ചയായും പറയും. തീർച്ചയായും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 കിലോ ഓറഞ്ചിന് എത്രയാണ് നിങ്ങൾ പറഞ്ഞത്? 1000. എന്നാൽ ഞാൻ ഒരു ചെറിയൊരു കണക്ക് ചോദിക്കാൻ പോവാം. ഓക്കെ. 777 പ്ലസ് 333 എത്രയാണ്? 777 പ്ലസ് 333. 777 333. അതൊന്ന് കണക്കൂട്ടണം. അല്ല, 1000 ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടും. 1200. പേരെന്തായിരുന്നു? അജ്മൽ. അപ്പോൾ നിങ്ങൾ എടവണ്ണപ്പാറ എവിടെയൊക്കെ സ്കൂളിൽ പോയി എന്നാ പറഞ്ഞേ? ഞാൻ എടവണ്ണപ്പാറ, ഓമാനൂർ. സംഭവം നിങ്ങൾ ഈ സ്കൂൾ നിങ്ങൾ വെറുതെ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതും കൂടി ഫ്രെയിമിലേക്ക് വരാം. സംഭവം 1100 ബോസ് പറഞ്ഞ ആൻസർ. സംഭവം റോങ് ആയിട്ടുണ്ട്. 1110 വരാം. ഓക്കെ. അപ്പോൾ എന്നാൽ കച്ചവടം നടക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതൊരു യൂട്യൂബിൻ്റെ ചെറിയൊരു പരിപാടിയാണ്. ഓക്കെ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. നീ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞോളി. കൈ കൊണ്ടൊരായി. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇന്നൊരു പബ്ലിക് റിയാക്ഷൻസ് എടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ അടുത്ത ആളെ പിടിക്കട്ടെ. ഓക്കെ. പക്ഷേ നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? ജിത്തു. MC മാൾ മൊത്തം കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു പുതിയ ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. അപ്പോൾ ജിത്തുവിനോട് ചോദിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻ്റർലോക്ക് മൊത്തം ഇളക്കി മറിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിൻ്റെ അടിയിൽ എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇന്റർലോക്ക് മൊത്തം ഇളക്കി മറിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിൻ്റെ അടിയിൽ എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? ഭൂമിൻ്റെ അടിയിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വിശ്വാസം വരുന്നുണ്ടോ? സ്വർണം ഉണ്ടായിരിക്കും. ശരിക്കും ഉണ്ടോ? ഊഹമുണ്ട്. പേരെന്താ? എൻ്റെ പേര് തരുൺ. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് ഭൂമി മൊത്തം പൊളിച്ചാള്, എന്നിട്ട് മൊത്തം അടിയിൽ പോയിട്ട് സ്വർണ്ണം എടുത്തു വാ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഭൂമി മൊത്തം എടുത്തിട്ട് സ്വർണ്ണം മൊത്തം എടുക്കുക. ഭൂമി മൊത്തം പൊളിക്കുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് സ്വർണ്ണം പൊന്തിച്ച് കൊണ്ടുവരാ. നിങ്ങൾ ഈ KGF ഒക്കെ കണ്ടില്ലേ? ശരി, ഞാൻ ഇപ്പൊ തന്നെ ഡീല് വെക്കാം. ഡീല് വെച്ചോ. ഒരു 1 പവൻ സ്വർണ്ണം. 1 പവൻ സ്വർണ്ണം ഞാൻ എടുക്കുമ്പോ കൊടുന്നു തരാം. ആയിക്കോട്ടെ. എനിക്ക് 2000 രൂപ അഡ്വാൻസ് തരും. തന്നിരിക്കും. എത്ര? നമുക്ക് ഡീൽ ഉറപ്പിക്കാം. അരക്കൽ ചാത്തൻ. ഓക്കെ. അങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നല്ല ഡീൽ ഉറപ്പിക്കാം. ഗൈസ്, ഡീൽ ഉറപ്പിക്കാൻ പോവാണ്. നമ്മൾ വലിയ ഡീലാണ് ഇവിടെ നടത്തുന്നത്. 2000 രൂപയുടെ ഡീലാണ് ഇവിടെ ഉറപ്പിക്കാൻ പോകുന്നത്. ഇവിടെ ഭൂമി മൊത്തം പൊളിച്ചിട്ട് അതിന്റെ അടിയിൽ നിന്ന് സ്വർണ്ണം എടുത്ത് കൊണ്ടുവരാൻ പോവാണ് അല്ലേ? അതെ. ഓക്കെ ചേട്ടാ, ഭൂമി പൊളിക്കാൻ പോവാണ്. ഓക്കെ. ഭൂമി പൊളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഭൂമിന്റെ അടിയിൽ പോകും. ഭൂമി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഭൂമിന്റെ അടിയിലേക്ക് പോകണേ? തുറന്നു പോകാൻ കഴിയാൻ നോക്കാം. ഓക്കെ. ഇതിൻ്റെ ഒരു പബ്ലിക് റിയാക്ഷൻസ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ ചെക്കന്മാരോടൊന്ന് പോയി പറഞ്ഞാട്ടെ. ഓക്കെ.
എടാ മച്ചാ ഒന്നും ഇടുക ഒന്നുമില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ചെറിയൊരു പരിപാടിയാണ്. ചാനലിന്റെ പേര് അതെ, ചാനലിൻ്റെ പേര് ബോസ്. ഇനി പോലെ ഇങ്ങോട്ട് വാ. ഇത് ജസ്റ്റ് ഒരു പ്രാങ്കാണ്. ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക്. എൻ്റെ ചാനൽ നോക്കി നോക്കൂ. ചാനലിന്റെ പേര് പറ. അനസ് വ്ളോഗ് 21. അനസ് വ്ളോഗ് 21. യെസ്, കേട്ടിട്ടേ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഭൂമി പൊളിക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ അടുത്ത ആളെ പിടിക്കട്ടെ. ഓക്കെ പിടിക്കുക, അതിന് പോയി പിടിച്ചോ. എല്ലാവരും പിടിക്കും. ഓക്കെ അല്ലേ? ഓക്കെ എവിടുന്നാ വരുന്നേ? അല്ല പോലെ അന്നെ വിടൂല. വിടുന്ന പരിപാടിയല്ലേ ഇതില്. ഞാൻ പറഞ്ഞുതരാം. ഈ ഡ്രസ്സ് ഇടുന്ന വാങ്ങി ഗീവ് അവേ കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഗീവ് അവേ എത്ര? 1 വട്ടം 2 വട്ടം ലേലം വിളിച്ചോ? 40. അതെ ഗൈസ്, നമ്മളിതാ ഒരു കുറച്ച് ഫ്രണ്ട്സുകളെ കൂടെ ഈ മാളിന്ന് വിട പറഞ്ഞ് പോവാണ്. പേരെന്തായിരുന്നു? ഷിയാബിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ കുറച്ച് ആൾക്കാർ മുഖം മറിച്ച് നടക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താ പേടിയെന്ന് അറിയില്ല. ഇതാ കണ്ടില്ലേ, ഇവിടെ നിന്ന് കളിക്കണ നോക്കി. ഇതെന്താ കളി ഇത്? എടാ അങ്കില്ലേ, ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു കരോള് വരുന്നുണ്ട്. ഒന്ന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? എടാ ഞാൻ ഒരു ഡീല് വെക്കാം. ഒരു ക്രിസ്മസിൻ്റെ പരം നാരെ കല്യാണോ? എൻ്റെ കല്യാണമൊക്കെ ആയി എന്നാ. ഓക്കെ ഗൈസ്, ഹലോ എടോ, ചെവി കേൾക്കാത്ത ടീമോ? എടോ ഓൽക്ക് ചെവി കേൾക്കൂല. ഓക്കെ അല്ലേ? എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഇതൊരു പബ്ലിക് റിയാക്ഷൻസാ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യോ? എന്തായാലും ചെയ്യണോ? ഓക്കെ ഇത് ലൈവല്ല, ഇത് വീഡിയോസ് എടുക്കും. ഡെയിലി 5 മണിക്ക് വീഡിയോ ഇടും. ഈ പബ്ലിക് റിയാക്ഷൻസ് അങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടാവില്ലേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫോൺ അടിക്കും. നിങ്ങളെ ഫോൺ അടിക്കും. എല്ലാവരും വരും ഗൈസ്. അപ്പോൾ അടിപൊളി ചേട്ടനാണ്. നമ്മളെ പബ്ലിക് റിയാക്ഷൻസ് കണ്ട് മൊത്തം പതറി കിടക്കുകയാണ്. അല്ലേ സത്യം പറഞ്ഞോളൂ. അല്ലേ എൻ്റെ പരിപാടി എങ്ങനെ ഉഷാറല്ലേ? ഞാൻ എങ്ങനെ പോയാൽ വിജയിക്കൂലേ? തീർച്ചയായും. അപ്പോൾ എൻ്റെ ചാനൽ നോക്കി അതിനല്ലേ നിങ്ങൾ ഫോൺ എടുത്ത് സംഭവങ്ങൾ 1 കിലോന്ന് എന്നാ വായിക്കുക 100 രൂപ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പബ്ലിക് റിയാക്ഷൻസ് എടുത്ത് നമുക്ക് എന്നാൽ വലിയൊരു ഡീൽ ഉറപ്പിക്കാൻ പറ്റുമോ? ഡീൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഓറഞ്ച് മൊത്തം ഒന്ന് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇതിൽ ലാഭം വരും? പറയാൻ പറ്റൂല. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുത്തെ ഓറഞ്ച് എല്ലാം കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് നല്ല ഓറഞ്ച് എന്ന് പറയാൻ പറ്റുമോ? ഇത് വെറും കളറ് മാത്രമേ ഉള്ളൂ. ശരിക്കും നിങ്ങൾ മണാലി പോയിക്കണോ? അവിടെ മരത്തിൻ്റെ മുകളിൽ ഈ സാധനം വെറുതെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കണ്ടോ, ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് ഇവിടെ എന്തോ ആയി കിടക്കുന്ന കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഡാമേജാണ്. അതെ, അപ്പോൾ നിങ്ങൾക്ക് 1 കിലോ 100 കിട്ടൂല. പിന്നെ പതറിയില്ലേ? ഓക്കെ, ഞാൻ വന്ന് നിർത്താം. ഓക്കെ ഐസ്, നമുക്ക് എൻ്റെ ചാനൽ നോക്കി നോക്കൂ. യൂട്യൂബ് ചാനലാണ് അനസ് വ്ളോഗ് 21. ചേട്ടൻ നമ്മളെ ചാനൽ കിട്ടിയിട്ടുണ്ട്. പേരെന്തിനി? അജ്മൽ. അപ്പോൾ കച്ചവടം എന്നാൽ ഉഷാറാവട്ടെ. എന്തായാലും വിജയിക്കും. ഓക്കെ, തുടരും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവാം. ഇനി നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു. ഗൈസ്, എനിക്ക് ഈ പ്രാങ്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്നോട് ഞാൻ പോലും അറിയാണ്ട് 1 അവറൊക്കെ ആയിപ്പോവും. പിന്നെ ഫുള്ള് വിഷയമാണ്. ചേട്ടാ യൂട്യൂബിൽ എന്തായാലും ഈ ലോകം അവസാനിപ്പിക്കാൻ പോവാണെന്നാണ് യൂട്യൂബുകാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ലോകത്തിനെ കുറിച്ച് എന്തെങ്കിലും അവസാനമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ ബോസ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ബോസ് നിങ്ങൾ പൂവാട്ടുപറമ്പ് പീടികയിൽ പണിയെടുത്തില്ലേ? പൂവാട്ടുപറമ്പ് ഒരു അരിൻ്റെ പീടികയിൽ എനിക്ക് നിങ്ങളെ ഓർമ്മ ഉണ്ട്. അതായിരിക്കും. ഇന്നായിക്കോട്ടെ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, ഇത് ഇന്ന് 5 മണിക്ക് കാണാം. ഓക്കെ. അമ്മോ, അവിടുന്ന് എന്തൊക്കെയോ അട്ടഹസിച്ച് പറയുന്നുണ്ട്. ഇനി നമ്മൾ പോവാം അവിടുന്ന്. കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇന്ന് മൊത്തം അവസാനിപ്പിക്കാൻ പോവാണ്. ഇന്ന് കഴിഞ്ഞ് പരിപാടി. ഇനി ക്ഷീണിച്ച് വലഞ്ഞു. ഇനി ഞാൻ കുറച്ച് ദാഹജലം, കുറച്ച് പോയി വെള്ളം കുടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെയാണ്, നമ്മൾ പോവാം. നോക്കി സമയം എത്രയായി പറയാൻ പറ്റുമോ? സമയം 2:49. ഓക്കെ,
ഗൈസ് 2:49 ഗൈസ് 2:49 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 2:49 ഞാൻ എന്ത് ചെയ്യുന്നത്, വ്ളോഗ് എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോണത്. എൻ്റെ മോനെ എന്നെ കൊണ്ട് പറ്റണമാതിരി അതിൽ കളറാക്കിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റണമാതിരി തന്നെ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയും. നിങ്ങൾക്കൊന്ന് ഷെയർ അടിച്ചാൽ ഈ സാധനം അവിടെ കത്തിപ്പോവും. അപ്പം എന്നാലേ ഇന്ന് ഞാൻ എടവണ്ണപ്പാറ സിറ്റി നമ്മൾ പോവാം. അവിടുന്ന് പോവാണ്. അതാ മുന്നിലതാ ബസ് സ്റ്റാൻഡ് കാണുന്നത്. അവിടുന്ന് ഒരു ബസ് കയറുക, പോവാം. കിളി മൊത്തം കിളികളാണ് ഇവിടെ. നമ്മൾ അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ബസ് സ്റ്റാൻഡിലും കൂടി കുറച്ച് വീഡിയോസ് എടുത്തിട്ട് കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രാങ്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി വിജയിച്ച് നിർത്തി പോവാം. ഹലോ, പേരെന്താ? അക്ഷയ്. ഇന്നലെ കോഴിക്കോട് ഭാഗത്തില്ലേനോ? ബീച്ചിൽ ശരിക്കും പറയും. ശരിക്കും ഇല്ല. എന്നാ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഒരു പാട്ട് പറയില്ല? നിനക്കൊരു പാട്ട് പാടാൻ അറിയോ? അതെന്താ പാട്ട് അറിയാതെ? നിങ്ങൾക്ക് രണ്ടാൾക്കും തീരെ പാട്ട് അറിയില്ല? ഈ എന്തൊരു കഷ്ടം. നിങ്ങൾക്ക് എന്നാലും ഈ ഗുണന പട്ടിക വായിക്കാൻ അറിയോ? 8 × 8 എത്ര? 8 കൂട്ടണം 8 എത്ര എന്നറിയോ? 8 കൂട്ടണം 8 16. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവും? 8 × 8 16. ചേച്ചി നിങ്ങൾ കേട്ടോ ഇവിടെ പറയുന്നത്? ഇവിടെ ഗുണന പട്ടിക പോലും അറിയില്ല, തീരെ അറിയില്ല. ഗുണന പട്ടിക പോലും. നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്? +2 ഓക്കെ. എന്നാൽ ഹാപ്പി ആയിരിക്കും ഇത്. ആ അതെ, 8 × 16. അതെ, ഓക്കെ. അപ്പം എന്നാലും അത് ശരിയാണെന്നാണ് ചേച്ചി പറയുന്നത്. ഓക്കെ, 8 കൂട്ടണം 8 16 ഓക്കെ. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ യൂട്യൂബിൻ്റെ ചെറിയൊരു പരിപാടിയാണ്. അനസ് വ്ളോഗ് 21. നീ 21. നീ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളെ. ഓക്കെ, 5 മണിക്ക് ഉണ്ടാവും. 5 മണിക്ക് ഉണ്ടാവും. ഓക്കെ, ബൈ. 5 മണിക്ക്. പേരെന്താ നിങ്ങളെ? സുബൈർ. ഇത് പബ്ലിക് റിയാക്ഷൻസ് എടുക്കുന്ന പരിപാടിയാണ്. അതെ, എല്ലാവരും പിടിക്കും ഇതിൽ. ഓക്കെ, ഇത് യൂട്യൂബിലേക്ക്. അതെ, ഓക്കെ അല്ലേ? ഓക്കെ. അനസ് വ്ളോഗ് 21. നിങ്ങളെ പേരെന്തിനി? അക്ഷയ്. പേര് സുരഭി. നിങ്ങളെ പേരെന്താ? ശ്രീമതി. മിനി. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇവിടുന്ന് വിടാൻ പറഞ്ഞു. ഇനി നമ്മൾ പോവാണ് ഗൈസ്. നമ്മളിത് അങ്ങനെ പോന്ന് കഴിഞ്ഞ് എവിടെ എത്തിയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്ന സ്ഥലം എത്തി. ചേട്ടൻ അവിടുന്ന് ഒരു ആയി തന്നിട്ടുണ്ട്. നിങ്ങൾ കോഴിക്കോട് ഭാഗത്ത് ഇന്നലെ ഇല്ലേനോ? കോഴിക്കോട് ഭാഗത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ ഓക്കെ, തെറ്റിദ്ധരിച്ചു പോയി. ഓക്കെ, എന്താ പരിപാടി? ഇത് യൂട്യൂബിലേക്കാണ്. അതെ. അപ്പോൾ നിങ്ങൾ ഇന്നലെ കോഴിക്കോടൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. സംഭവം വെറുതെ ചോദിച്ചതാണ്. ഓക്കെ. ഗൈസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. ഇതാ ഇവിടുന്ന് തന്നെ വൈൻഡപ്പ് ചെയ്തോളാം. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ജയ്സൽ. ഇത് അവൻ്റെ ഫ്രണ്ട്. ഇതാ എൻ്റെ പേരെന്താണ്? പണിയെടുക്കുക അല്ലേ? പണിയെടുക്കുക. ഇത് ഇവിടെ മാറിപ്പോയി. അത് സിറാജ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓക്കെ. ഇതാരാ ഇനി? ഫസലല്ലേ? ഓക്കെ, ഞാൻ മറന്നുപോയി. അപ്പൊ നമ്മ അതിന്റെ ഗൈസ് നമ്മളിതാ നാളെ അടിപൊളി പ്രാങ്ക് ആയിട്ട് വരും. ഇതിപ്പോ പ്രാങ്ക് എടുക്കണ ഒരാളാണ്. ഞായറാഴ്ച നമ്മൾ കാണാം. നമ്മൾ രണ്ടാളുള്ള ഒരു പ്രാങ്ക് വരുന്നുണ്ട്. ഇതാ നമ്മള് രണ്ടാളും പാടെ ഒരു അടിപൊളി പ്രാങ്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ അടിപൊളി വീഡിയോസ് ആയി വരുന്നത്. അത് ഇവന്റെ ചാനലിലാണ് വരും. ഇവന്റെ ചാനൽ എന്റെ ചാനലിൽ വരും.